കഴിഞ്ഞവണ ഞാൻ നിനക്ക് കാശ് ഇവിടെ വെച്ചിട്ട് പോയില്ലേ? എന്താ കാര്യം? എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് പിന്നെ നീ ഇവിടെ വന്ന ആവശ്യത്തിന് നാവിൽ ഒരു തെറിയും വരുന്നില്ലല്ലോ. ചക്കാത്തനാണ് നീ വന്നത്. പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയ പീസ് മുതൽ കാശ് കൊടുക്കൂല, മുടി വെട്ടുന്ന ബാർബർക്ക് കാശ് കൊടുക്കൂല, ഓഫീസർമാര് ബാറിൽ കയറിയ ബില്ല് കൊടുക്കൂല. ബില്ല് ആര് കൊടുക്കൂല? ഓഫീസർ. അല്ലടി, ബാറുടമ ഓഫീസർക്ക് ബില്ല് കൊടുക്കൂല. പക്ഷെ എനിക്ക് തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കും. എനിക്ക് ആരുടെയും സൗജന്യം ഒന്നും വേണ്ട. വേണ്ട, സാറിന് പണം തരണമെന്നല്ലോ. അത്രേ ഉള്ളൂ, കൂടുതലും ഇല്ല കുറവില്ല, ഫിക്സഡ്. എന്നാൽ ആ കാശിന് സാറ് എനിക്കൊരു സാരി വാങ്ങിച്ചു തരൂ. സാരി എന്ന് വെച്ചാ പുടവ. ഞാൻ നിനക്ക് പുടവ വാങ്ങി തരണം. ഞാൻ നിന്റെ നായരാവണം. പുതിയ ഉള്ളവരടി, ഞാൻ കുടി നിർത്തി നിന്റെ ഭാഗം, അല്ലെങ്കിൽ അടിച്ചിന്റെ പല്ല് ഞാൻ കുടിച്ചാ പോവാം. കുടി നിർത്തിയോ? ഉപ്പ് ഇപ്പഴങ്ങ് എടുത്തു വെച്ചോളൂ. എടാ നാറി, സോറി തിരുമേനി, ഇവിടെ നിന്ന് അങ്ങോട്ട് വിടവുള്ള അതുകളാ. നിനക്ക് വേണ്ടി മാക്സിമം എനിക്ക് ചെയ്യാവുന്നത് ഒരു ചിന്ന വീട് വെച്ചുതരാം, കീപ്. പക്ഷെ നീ പുറത്ത് വേറെ ഒരുത്തനുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പാടിയാ കൊല്ലും. നിനക്കുള്ള ചെലവ് ഞാൻ തരും. പിന്നെ ഈ ഓട്ടം നിർത്തണം. ഷെഡി കയറി കിടന്നോളാം. പറ, എത്ര രൂപ വേണം? എന്നെ വിലക്കെടുക്കാനാണോ? സാറ് കൈക്കൂലി വാങ്ങില്ലെന്നാ ഞാൻ കേട്ടത്. അത് നല്ല തുക ആരും തരാത്തോണ്ടാ. അതുകളാ, എന്റെ യോഗ്യതയെ പറ്റിയൊന്നും നീ പറയണ്ട. കാശ് പറ. പിന്നെ ശമ്പളമല്ലേ ഉള്ളൂ. മാസം 1500 ഒക്കില്ല. ഒരു രാത്രി കൊണ്ട് അതിലിരട്ടി ഞാൻ ഉണ്ടാക്കും സാർ. സാറിന് എന്നെ വിലക്കെടുക്കാനാവില്ല. നിങ്ങൾക്ക് വേണോ പണം, സ്ഥലം മാറ്റം, പ്രമോഷൻ? ഞാൻ വാങ്ങിച്ചു തരാം. തിരുവനന്തപുരത്തേക്ക് പോണ്ട, അവന്മാർ ഇവിടെ കൊണ്ട് തരും. എടി, നീ എനിക്ക് പ്രൊമോഷൻ ഇടാം. വേണ്ട സാർ, കാശാണ് സാറ് വിലമതിക്കുന്നതെങ്കിൽ എന്തൊരു സാർ ഈ ജോലി? കാലത്ത് മുതൽ ബൂട്ടും തൊപ്പിയും കാക്കിയിട്ട് നടന്നാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? അതിൽ കൂടുതൽ ദിവസവും 4 താടി വടിച്ചു കൊടുത്താൽ അമ്പട്ടന് കിട്ടുമല്ലോ. അടിച്ചോളൂ. എന്ത് നിർത്തിക്കളഞ്ഞത്? ഈ ശരീരം ലാളിക്കുന്നതാ ചിലർക്കിഷ്ടം. തലോടാനാണ് പലർക്കും കൊതി. പക്ഷെ അവരുള്ള എനിക്കറിയാം, കാര്യം കഴിയുന്നവരേ ഉള്ളൂ. സാറെന്നെ അടിക്കുമ്പോഴും മനസ്സിൽ വെറുപ്പ് കാണില്ല. അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നിനക്കെന്നോട് റൊമാൻസ് തോന്നുന്നുണ്ടല്ലേ? ഒരുത്തി പ്രേമിച്ച് മുടിച്ചതാണെന്നെ. അതിന്റെ ഹാങ് ഓവർ പോകാനാണ് നിന്നോട് വരാൻ പറഞ്ഞത്. നിനക്ക് മറ്റുള്ള സൂക്കർ തുടങ്ങിയ ചവിട്ടി ഞാൻ പുറത്താക്കും. എനിക്കാരോടും റൊമാൻസും പ്രേമവും ഒന്നുമില്ല. സാറ് പറഞ്ഞ പോലെ പലർക്കും ശരീരം വിറ്റ് നടക്കുന്നവളല്ലേ. എങ്ങനെയുണ്ടാവും? ഒരാളെ മാത്രം മനസ്സിൽ ധ്യാനിക്കാൻ, അതേ ആളിന്റെ സ്വന്തം അവൻ മോഹിക്കാനേ പറ്റും. നടക്കില്ല സാർ. ഇല്ല സാർ, സാറിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഉറപ്പാണല്ലോ? പറയട്ടെ, അതിനു മുമ്പേ പ്ലാനൊന്നും എനിക്ക് കേൾക്കണ്ട. സമയം പറ. എപ്പോഴാ എന്നെ ഇവിടുന്ന് പുറത്ത് കാണിക്കുക? അതല്ലേ പറഞ്ഞു വന്നത്. നമ്മൾ ഉദ്ദേശിച്ച കപ്പ വരാൻ ഇനിയും 1-2 ആഴ്ച കൂടി കഴിയും. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതൊരു താമസിക്കാൻ ഒരു ഇടം വേണ്ടേ? ഒന്നും ശരിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ. എന്താ ഇത്? എന്നോട് ശോഭിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒത്തു കിട്ടണ്ടേ? അവസാനം ഞാൻ ആലോചിച്ചൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ശരിയായാൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ. വരൂ. രാധയല്ലേ? അന്തർജനം. ഇരിക്കൂ. എന്റെ പേര് ഉഷ, വക്കീലിന്റെ. മനസ്സിലായി. പലപ്പോഴും ഇവിടെ വരുമ്പോ സംസാരിക്കണം തോന്നിയിട്ടുണ്ട്, കഴിഞ്ഞില്ല. ഇരിക്കൂ. 2-3 കൊല്ലായില്ലേ ഈ കേസ് അനിയന്റെ? ഒരിക്കൽ ഇവിടെ ഇരുന്ന നിങ്ങളുടെ അച്ഛൻ മകന്റെ കഥകൾ അദ്ദേഹത്തോട് പറഞ്ഞത്. കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്നല്ലേ? കേട്ടപ്പോൾ അരുത്, എന്റെ ഇല്ലത്ത് ഇതേ കേൾക്കാറുള്ളൂ. അച്ഛൻ വാതോരാതെ എനിക്കും വേറെ ഒന്നും ഓർക്കാൻ കഴിയില്ല. പുറത്തിറങ്ങിയാലെങ്കിലും കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. മനസ്സ് മരവച്ചവർക്ക് എന്ത് വേദന. ഞാനിവിടെ കയറി വന്ന് അനാവശ്യം പറയാണെന്ന് തോന്നിയോ? ഏയ് ഇല്ല. കോളേജിലെ ജോലി മതിയാക്കി വീട്ടിലിരിക്കുക. ഇവിടെ ഒരാളെ സംസാരിക്കാൻ കിട്ടിയത് ഭാഗ്യായി. കേസിന് എത്ര രൂപ ചെലവായി? കൃത്യമായിട്ട് അറിയില്ല. അച്ഛന്റെ പ്രൊവിഡന്റ് ഫണ്ടും ഗ്രാറ്റുറ്റിയും പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശ് മുഴുവൻ തീർന്നു. താമസിക്കുന്ന ഇല്ലത്തിന്
പലർക്കും അവകാശമുണ്ട്. ഞങ്ങളുടേത് വിറ്റു. ഇപ്പോഴതുകൊണ്ടാ. കേസിന് പോയാൽ ഇതാ ഗതി. വക്കീലന്മാരുടെ സ്വഭാവം. എന്റെ മിസ്റ്ററും അതേ തൊഴിൽ തന്നെയാ. എന്നാലും ഏത് കേസും ജയിക്കുമെന്നേ അവര് പറയും. നിങ്ങളുടെ കാര്യം തന്നെ എത്ര കോടതി കയറി, എന്തെങ്കിലും ഗുണം കിട്ടിയോ? തെളിയിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും തെളിവുണ്ട്. അതിനുവേണ്ടി ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാം. എന്റെ മിസ്റ്റർ നിങ്ങളെ ഫോണിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. എല്ലാം വെറുതെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ അനിയൻ പോയി. കൂട്ടത്തിൽ ഉള്ളത് മുഴുവൻ വിറ്റ് ഈ കേസിന് ചെലവാക്കിയാൽ ആ പണവും നഷ്ടമാവും. നിർത്തൂ. പുറമേ നിന്ന് ഉപദേശിക്കാൻ എളുപ്പാ. സ്വന്തം അനിയനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി തച്ചു കൊന്നാൽ നിങ്ങൾ ഇത് പറയില്ല. കുടുംബത്തിന്റെ ഏക ആന്തരിയായിരുന്നു ഞങ്ങളുടെ ഉണ്ണി. അവനേക്കാൾ വലുതല്ല ഞങ്ങൾക്ക് പണം, ഈ കഷ്ടവും നഷ്ടവും ഒന്നും. നിങ്ങളുടെ ഭർത്താവ് പോലീസുകാർക്കെതിരായി വാദിക്കുന്നതിൽ ഭയമുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ നേരെ വക്കീലിനെ നോക്കിക്കോളാം. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് നടത്തരുതെന്നല്ലേ? ഞാൻ മുഴുവനും കേട്ടു. മിസ് രാധ, നിങ്ങളോടുള്ള സഹതാപം കൊണ്ടല്ല അവൾ ഇങ്ങനെ പറഞ്ഞത്. സ്വന്തം കാമുകനെ രക്ഷിക്കാനാണ്. ഈ കേസിൽ 1-ാം പ്രതി ഇൻസ്പെക്ടർ ബൽറാം കല്യാണത്തിന് മുമ്പ് ഇവളുടെ ഇഷ്ടക്കാരനായിരുന്നു. പിന്നീട് അറിഞ്ഞിട്ടും എന്റെ കുഞ്ഞിന്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ബൽറാമിന് നിയമത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുപ്പിക്കാൻ ഒരു വക്കീലൻ നിലവിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ അനിയനെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസുകാർ തന്നെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. ക്യാമ്പിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നു, IG-ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. ഉണ്ണികൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസുകാർ പരിഭ്രമിച്ചു. പിന്നെ ശവം മറയ്ക്കാൻ അവർ ഓടി നടന്നു. ഈ സമയം ക്യാമ്പിലെ മറ്റു പ്രതികളെ അവർ ശ്രദ്ധിച്ചില്ല. ഈ തക്കത്തിൽ അവിടെ ഓടി രക്ഷപ്പെട്ടവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഒഴിഞ്ഞ ക്യാമ്പിൽ നിന്ന് ക്യാമറയും ടേപ്പ് റെക്കോർഡറും പണമുണ്ടാവുമെന്ന് കരുതി പോലീസ് രഹസ്യരേഖകളാണെങ്കിൽ ഒരു ബ്രീഫ് കേസും എടുത്താണ് അവൻ സ്ഥലം വിട്ടത്. നമുക്ക് വേണ്ടപ്പെട്ട തെളിവുകളാണ് ഇതൊക്കെ. എന്ത് വില കൊടുത്തും നാം അത് നേടിയെടുത്തേ പറ്റൂ. എന്ത് വില കൊടുക്കേണ്ടി വരും സർ? അതെത്രയായാലും ഞാൻ കൊടുക്കും. എന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഈ കേസ്. പക്ഷേ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? അവനെ ഇപ്പോൾ പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ജയിലിലാണ്. പക്ഷെ ആ രേഖകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അവനത് രഹസ്യമായി ആരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ജയിലിൽ നിന്ന് അവനെ പുറത്തു ചാടിച്ച് എവിടെയെങ്കിലും ഒളിപ്പിച്ച് താമസിപ്പിക്കും. പലരും കയറി ഇറങ്ങുന്ന ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതുപോലെ ഹോട്ടലും മറ്റു സ്ഥലങ്ങളും അപകടമാണ്. എന്റെ നോട്ടത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ മൂക്കിന് താഴെയുള്ള നിങ്ങളുടെ ഇല്ലം അതിന് പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവനെ താമസിപ്പിക്കാൻ? കൈവിട്ടാൽ നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടപ്പെടുക. മറ്റു റിസ്കുകൾ ഞാൻ എടുക്കാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കും. ഓ, എന്റെ അനിയനെ കൊന്നവരുടെ പ്രതികാരം ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും സർ. അതെനിക്കറിയാം. ആരാണ് ആള്? സത്യരാജ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ബ്ലോക്കിൽ തല്ലും കത്തിക്കുത്തും.
വെച്ചേക്കോ. രാത്രി പൂട്ടിയിട്ടിരുന്ന സെല്ല് തുറന്ന് നിങ്ങൾ ഇതിനകത്ത് കയറിയത് പ്രതിയോടൊപ്പം കള്ളുടിക്കാനായിരുന്നില്ലേ? ഞാൻ കുടിച്ചില്ല സാർ. നിങ്ങളെ കൊണ്ട് അവ കുടിപ്പിച്ചു. ആസ്പത്രി റിപ്പോർട്ടിൽ ബോധം കെട്ട നിലയിൽ നിങ്ങൾ അവിടെ എത്തുമ്പോ നിങ്ങളുടെ വയറ്റിൽ മയക്കുമരുന്ന് കടന്ന വിസ്കി ഉണ്ടായിരുന്നു. ഒരു പ്രതിയെ കഷ്ടപ്പെട്ട് പിടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ അവന് കള്ളും കഞ്ചാവും കൊടുത്ത് സൽക്കരിക്കും. കുറ്റവാളിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നാണംകെട്ട പീറ പട്ടികളും. മിസ്റ്റർ ബൽറാം, സ്റ്റോപ്പ് യുവർ അബ്സർഡ് അബ്യൂസിംഗ്. ഞങ്ങളെ തെറി പറയാൻ നിങ്ങൾക്ക് തയ്യാറും സർ? അയ്യോ, ഞാൻ സാറിനെയല്ല, ഈ കമ്പനികളോടാ പറഞ്ഞത്. വാഴപ്പിണ്ടി പോലെ ഇവന്മാര് വളഞ്ഞു കൊടുത്തുകൊണ്ടല്ലേ അവൻ ചാടിപ്പോയത്. നമുക്ക് ഇവന്മാരെ മാറ്റി കുറച്ചുകൂടെ കൂറുള്ള ജാതികളെ വെക്കണം. പതിവായിട്ട് ഇവിടെ സത്യരാജനെ കാണാൻ വരാറുള്ള വിസിറ്റേഴ്സ് ആരൊക്കെയാണ്? അയാളുടെ വക്കീൽ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വരാറുണ്ട്. സർ, ഇത് സെല്ലിന്റെ ബാക്കിൽ എടുത്തതാണ്. ജയിലിനകത്ത് വെച്ച് തനിക്ക് എങ്ങനെ ഈ കത്തി കിട്ടി? കുട്ടൂസ് തന്നെയാണോ സാർ? കുട്ടൂസോ? അവനല്ലേ നീ കുത്തിയത്? അതെ, ഇന്നലെ രാത്രി കമ്പീന്റെ മേലെ 3 പ്രാവശ്യം മുട്ടുന്ന കേട്ട കുത്തിക്കോളാൻ പറഞ്ഞു. അവൻ സമ്മതിച്ചിട്ടാ കുത്തി. വെറുതെ അങ്ങനെ ഒരാളെ കുത്തുകയെ? വെറുതെ അല്ല, രണ്ടാം കൂടി 500 രൂപ തരാൻ. ആര് പറഞ്ഞു? ഈ നിൽക്കുന്ന സൂപ്രണ്ട് സാർ. മുടിഞ്ഞു പോകാനായിട്ട് ഇന്ന് മുഴുവനും ഫുള്ളാ. ഇന്നലെ 10,000 കിட்ட പറയുന്നില്ല സാർ. വാർഡനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ സത്യരാജനെ ജയിൽ ചാടാൻ ജയിൽ സൂപ്രണ്ട് കൂടെ സഹായിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എല്ലാം ഇതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ട് സാർ. സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യാൻ ജയിൽ ഐ ജിയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനാണിത്. സാർ ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം. ജയിൽ സെക്യൂരിറ്റിക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ ബി ബ്ലോക്കിലെ പ്രിസണേഴ്സിനെ കൊണ്ട് സൂപ്രണ്ട് കത്തിക്കുത്തുണ്ടാക്കിച്ചതാണ് സാർ. അത് മാത്രമല്ല, അവിടെ സെല്ലിൽ സ്ഥിരമായി വിസിറ്റ് ചെയ്യുന്ന ക്രിമിനൽ ലോയർ ജയചന്ദ്രനെ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല അവിടെ ഇരിക്കട്ടെ. എനിക്ക് മറ്റൊരു പ്രധാന കാര്യം തന്നോട് പറയാനുണ്ട്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ 10 സീസൺ ടിക്കറ്റുകൾ ഇവിടെ അയച്ചു തന്നിരിക്കുന്നു. ഒരു ടിക്കറ്റിന് 5000 രൂപയാണ് വില. 5 എണ്ണം ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. ഇത് വിറ്റ് തരണം. ക്ഷമിക്കണം സാർ, എനിക്കതിൽ അല്പം പ്രയാസമുണ്ട്. എന്ത് പ്രയാസപ്പെട്ടാലും ചെയ്തേ പറ്റൂ. സാർ, ഈ യൂണിഫോം ഇട്ട് ചെന്നാൽ 5000 രൂപ ചിലർ തന്നെന്ന് വരും. കളി കാണാനല്ല, പോലീസുകാർ നൽകുന്ന സഹായം. ഈ ദാനം ഞാൻ സ്വീകരിച്ചാൽ പകരം ഞാൻ നാളെ അവന്മാരുടെ അയച്ചിട്ട് കോണം കഴുകി കൊടുക്കേണ്ടി വരും. ബൽറാം, യു ക്യാൻ ഗോ. സാർ, അപ്പൊ ഞാൻ തന്ന ആപ്ലിക്കേഷന്റെ കാര്യം? Stupid! Your application will go to hell through proper channel. Get away from here! നിന്റെ പോലീസിന് മണങ്ങാൻ വാസു, സാർ, എന്താ ഇത്? മാർക്കറ്റിലെ ചീട്ട് കളിക്കാരാ. രാവും പകലും പന്നി മലർത്ത്. എന്നാ ഒരു 10 പൈസ സ്റ്റേഷനിൽ കയറില്ല. ഓ, അതിന്റെ വാശി തീർക്കാനാണോ? വിട്ടുകളടോ ഒറ്റളെ. സാർ, ഒരു സംശയം. അപ്പൊ ഈ ചൂതാട്ടം, ഗാംബ്ലിംഗ് വെറുതെ വിടാനോ? ശിക്ഷിക്കണോടോ ഗാംബ്ലിങ്ങിന്? എങ്കിൽ ചെല്ല്. സീസൈഡ് ക്ലബില്, ഓഫീസേഴ്സ് ഡെന്നില്, ഹോട്ടൽ മുറികളില് പോലീസ് കമ്മീഷണർ അടക്കം ആയിരങ്ങൾ വാത് വെച്ച് കളിക്കുന്നുണ്ടാവും. അവരെ ആദ്യം പിടിച്ചിട്ട് വാ. മാർക്കറ്റിൽ മീൻകൊട്ട ചൊന്ന് ഇറച്ചി കൂട്ടി മടുക്കുമ്പോ ഒരു രസത്തിന് വേണ്ടി 10 പൈസ വെച്ച് ചീട്ട് കളിക്കുന്ന ഈ പാവങ്ങളെ ശിക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി. സാർ, മോണ പഴുത്തൊലിക്കുന്നവന്റെ നാവ് പഠിച്ച വായനാറ്റം മാറൂലടോ. വിട്ടുകളാവറ്റളെ. എനിക്ക് ഈ പുളിച്ച സാമ്പാർ കഴിച്ച ശീലമില്ല. ഇറച്ചി മീനൊന്നും ഇല്ലാതെ. അയ്യോ, ഇതൊരു നമ്പൂരിയില്ലാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ജയിലിനേക്കാൾ വലിയ തടവറയാണ്. ദേഷ്യം തോന്നരുത്. നിർബന്ധാച്ച ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ, പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇഷ്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ, ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കണ നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും അരുത്.
എന്നെ ശപിക്കരുത്. ഞാനെല്ലാം പറയാച്ച. പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയ ഞാൻ അച്ഛനറിയാതെ നമ്മുടെ ഉണ്ണിയെ കൊന്നവരോട് പകരം വിട്ടാൻ വേറെ വഴിയില്ല. ഈ വഴി അപകടമല്ലയോ മോളെ? എനിക്കെന്തോ ഭയം തോന്നുന്നു. തിരുമേനി, നിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടവൻ ഞാനാണ്. ജയിൽ ചാടിയെ ഞാനിവിടെ കഴിയുന്നത് നിങ്ങളുടെ മകനെ ഓർത്താണ്. ആ കുട്ടിയെ ഉലക്ക കൊണ്ട് ഇടിച്ചുരുട്ടി ചതച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടവനാണ് ഞാൻ. അവരെ തൂക്കിലേറ്റാൻ എന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പോവാം. അരുത്, അരുത്. എന്റെ മകൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾ ഇവിടെ താമസിക്കൂ, ഞങ്ങളെ സഹായിക്കൂ. സത്യരാജന്റെ ജയിൽ ചാട്ടത്തെ കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് സർ. അവനെ സഹായിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഐ ആൾസോ അഗ്രി വിത്ത് യു. അതിനിടയ്ക്ക് കാരണമില്ലാതെ എന്നെ ട്രാഫിക്കിലേക്ക് മാറ്റിയിരിക്കണം സർ. ആരും പറഞ്ഞ കാരണമില്ലെന്ന്? മിസ്റ്റർ ബൽറാം, ട്രാഫിക്കിൽ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്. സിറ്റിയിലെ തിരക്കും വാഹനങ്ങളുടെ മത്സരവട്ടവും അറിയാമല്ലോ. അത് നിയന്ത്രിക്കാൻ നിങ്ങളെപ്പോലെ ഒരു ഓഫീസറെ ചുമതലപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? സാർ, ഞാൻ ഇനി ഒരു പരാതിയും എനിക്ക് കേൾക്കണ്ട. പൊയ്ക്കൊള്ളൂ. ബാലു, പ്ലീസ് ഗോ. നമ്മൾ പോണില്ലേ? പോയിക്കോളൂ. നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനോടാ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ ഇതാ വരുന്നു ഇയാൾ തന്നെ. ഇറങ്ങി പോകുകേ. ദേശവും ശകാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മർത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ നോക്കൂ? പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകൂ. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രദാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിക്കും. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രാജി പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായര് സ്വന്തം ആളായിട്ട് കണ്ടാ മതി. എന്നാ ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക.
അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രരാജ് നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. പിന്നെന്താ ഒരു മനസ്സിലാകായിക? കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പരിഭ്രമിക്കണ്ട, ഇവിടെ വേറെ ആരുമില്ല. അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. കറക്റ്റ്. സീത നിൽക്ക്, ഞാൻ പോലീസ് ഐ ജി വിളിക്കട്ടെ. വാ. എന്തിനാ നമ്മൾ ഇവിടേക്ക്? ഐ ജി കണ്ടേ? പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി ആടിച്ചാൻ. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി കൂട്ട ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യൻ ദയ തോന്നി. നിന്റെ വീട് എവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത് പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഉറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല. ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റിലോ? എന്തിനാ നോട്ട് എണ്ണുന്നേ? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. കാലം പോയ പോക്കേ. മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും വിഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് കൂട്ടിരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി, ആരോടാ പറയേണ്ടതെന്ന്. ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ, ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു. കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ് അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി. നന്ന ക്ഷീണുണ്ടാവൂലോ. അപ്പോ എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടെയാണേ. അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്. എന്റെ
എന്റെ ഉടല് വിറയ്ക്കണു. വിടാൻ വിടാൻ. പൈസ പോരായിട്ടാണോ? എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടുക്കും ആവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മഹത്വം എന്നോട് പറയരുത് തിരുമേനി. ഊട്ടുവരയിൽ ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്താൻ ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി എന്റെ 7ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. ഇടവണ്ണ പാലൂര് മനയ്ക്കൽ കിടന്ന് ഈടെ അങ്ങേര് നരകിച്ച് ചെത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാടിനീളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി, സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി ഇടുന്ന നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ. ഇതിൽ പറയുന്ന കോഡ്ലെസ് ഫോണിന് 3000 രൂപ വില വരും. തരാം. എന്നാലും വേണമല്ലേ? നീ ഏതാ മോളെ? നിന്റെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പ്രൈവറ്റ് ടാക്സി ആവും. നമ്മുടെ ജെയിംസിന് ഇപ്പൊ ഇറക്കിപ്പോയ വണ്ടിയാ. ആണോ? കൊള്ളാമല്ലോ. പിന്നെ സാധനം ഇതിലുണ്ട്. എന്താ ഇത്ര താമസിച്ചത്? ദയവ് ചെയ്ത് എന്നെ ഇത്തരം സ്ഥലത്തേക്ക് ഇനി അയക്കരുത്. എന്തു പറ്റി? ഞാനൊരു സ്ത്രീയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലെ എനിക്ക് കഴിയില്ല ഇനി. ഇത് നിങ്ങളുടെ കാര്യത്തിനാണ്. കഴിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോയേക്കാം. അതിനല്ലല്ലോ ഞാൻ ഇത്രയും സഹിക്കുന്നത്. ഇറച്ചിയും മീനും വെക്കുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ ജലപാനം തൊടാറില്ല. എനിക്ക് 2ആയി മുഴുപട്ടിണിയ. എന്റെ അനിയനെ ഓർത്താ എല്ലാം സഹിക്കുന്നത്. ഇനിയെങ്കിലും പറയൂ, ആ തെളിവുകൾ എപ്പോൾ കിട്ടും? നിങ്ങൾ എന്നും അത് ആവർത്തിച്ച് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, അത് മംഗലാപുരത്തുള്ള ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിരിക്കുക. അവനോട് എത്തും. നിങ്ങൾ വെക്കോളൂ.
ഹലോ ഹലോ, ആരെ വിളിച്ചത്? റിങ് ചെയ്ത പോലെ തോന്നി, എടുത്തപ്പോ ഡെഡായി. നമ്മുടെ ടെലിഫോൺ നാറികളും. എവിടെ പോയിരുന്നു? കാറ്റുകൊള്ള ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. യെസ്, ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട് ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ? അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. രൂപയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് ആ പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവൾ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ.